നമസ്കാരം. ഹമാസ് തീവ്രവാദികൾക്കൊപ്പം തന്നെ ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികളെ നേരിടുന്നത് ശക്തമാക്കി ഇസ്രായേൽ സൈന്യം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ദക്ഷിണ ലെബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദി നേതാക്കൾ ഒരാൾ കൊല്ലപ്പെട്ടു. അലി ഹുസൈൻ ബുർജി എന്ന ഹിസ്ബുള്ള നേതാവാണ് കൊല്ലപ്പെട്ടത്. ഇയാൾ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണെന്നുള്ളത് മാത്രമല്ല, ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തുന്ന എല്ലാ ഡ്രോൺ ആക്രമണങ്ങളുടെയും മുഖ്യ ചുമതലക്കാരൻ ഇയാളായിരുന്നു. ഇസ്രായേലിന് നേർക്ക് പലതവണ ഉണ്ടായ ഡ്രോൺ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ബുർജിയാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ജീവനോടെ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇത്രയും ശക്തമായ ആക്രമണം നടത്തി തെക്കൻ ലെബനനിലെത്തി ഇയാളെ വധിച്ചത്. ഇയാൾ ഡ്രോണുകൾ മാത്രമല്ല, പൈലറ്റ് ഇല്ലാതെ വിദൂര നിയന്ത്രിതമായി അയക്കുന്ന വിമാനങ്ങളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവയെല്ലാം ഉപയോഗിച്ചാണ് ഇവർ ഇസ്രായേലിലേക്ക് പലപ്പോഴും കടന്നാക്രമണം നടത്തിയിരുന്നത്. ഇയാളുടെ മരണത്തിന് തൊട്ട് മുമ്പ് ഹിസ്ബുള്ളയുടെ മറ്റൊരു നേതാവായ വിസാം അൽ തവീൽ കൊല്ലപ്പെട്ടിരുന്നു. ഇയാളുടെ ശവസംസ്കാരത്തിന് തൊട്ട് പിന്നാലെയാണ് ബുർജിക്ക് നേരെയും ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹിസ്ബുള്ളയും ഇയാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിലുള്ള തങ്ങളുടെ പ്രമുഖരായ നേതാക്കൾ കൊല്ലപ്പെടുന്ന സമയത്തൊക്കെ തന്നെ തീവ്രവാദ സംഘടനകളെ ഹമാസ് ഹിസ്ബുള്ളയൊക്കെ തന്നെ നിഷേധിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ബുർജി കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബുർജി കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള അതിശക്തമായ തോതിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ സേനയുടെ വടക്കൻ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് ഈ ഒരു ഡ്രോൺ ആക്രമണം നടന്നത്. എന്നാൽ ഈ ആക്രമണത്തിൽ ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല എങ്കിലും സ്ഫോടനത്തിൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യവും ഈ ഒരു ആക്രമണം ശരിവച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ആളപായം ഉണ്ടായില്ലെങ്കിലും വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇസ്രായേൽ സൈന്യവും സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ലെബനനിലേക്ക് ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി റോക്കറ്റുകൾ ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം ഈ ഭാഗത്തേക്ക് ലെബനനിലേക്ക് തന്നെ അയച്ചിട്ടുണ്ട്. ഇതിൽ വൻ നാശനഷ്ടമുണ്ടായി എന്ന് തന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹമാസിനെ കീഴടക്കാനെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ ഹമാസിനെ കൂടാതെ ഹിസ്ബുള്ളയെയും അതുപോലെ ഹൂതി മുതലെയും കൂടി നേരിടേണ്ട അവസ്ഥയിലാണ്. സിറിയയിലും ലെബനനിലുമൊക്കെ തന്നെ കടന്നു കയറിയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഈ രണ്ട് തീവ്രവാദ സംഘടനകളിലും പെട്ട തീവ്രവാദ നേതാക്കളെ വധിക്കുന്നത്. അതേസമയം മധ്യേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകളും ഒരു വശത്ത് മുന്നേറുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റൺ ബ്ലിങ്കൻ ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അവിടുത്തെ ഭരണാധികാരികളുമായി നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം ഉണ്ടാകണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. എന്നാൽ ഹമാസ് തീവ്രവാദികളെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നായി പുറത്തു വരുന്നതിലൂടെ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ഇപ്പോൾ ഈ ഭീകര സംഘടന. കൊച്ചു കുട്ടികളെ ഇവർ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്നുള്ളത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ധാരാളം തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്ക് കമ്പ്യൂട്ടർ ഗെയിമുകളായും കളിപ്പാട്ടങ്ങളായും ഒക്കെ തന്നെ നൽകിയിരുന്നത് തീവ്രവാദ പരിശീലനമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർക്ക് വേണ്ടി സമ്മർ ക്യാമ്പുകൾ പോലും ഈ തീവ്രവാദികൾ സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെ ലോകത്തിനു മുന്നിൽ ഏറ്റവും ഭീകരമായ ഒരു തീവ്രവാദ സംഘടനയായി അവർക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞു, അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു സംഘടനയുമായി എന്തിനാണ് സമാധാന ചർച്ച നടത്തുന്നത് എന്ന സ്വാഭാവികമായ ചോദ്യമായിരിക്കും ഇസ്രായേൽ ലോകത്തിനു മുന്നിൽ, അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തുക. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ എല്ലാ കാര്യത്തിലും പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തന്നെ തങ്ങളുടെ സൈനിക സഹായം വരെ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഹമാസിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കാനുള്ളത് ആകെ ഖത്തറും തുർക്കി പോലെയുള്ള വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. ഇറാനാകട്ടെ ഇവർക്ക് പരസ്യമായ പിന്തുണ നൽകുന്നില്ലെങ്കിൽ പോലും അവർക്ക് എല്ലാവിധ ആയുധ സഹായവും മറ്റ് പരിശീലനവും എല്ലാം നൽകുന്നത് ഇറാനാണ്. കഴിഞ്ഞ ദിവസം ഇറാനിലുണ്ടായ വൻ സ്ഫോടനം ഇറാൻ്റെയും കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ തീവ്രവാദത്തെ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിരിച്ചടി തങ്ങൾക്കും കിട്ടും എന്ന സത്യം ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ അവർക്ക് അവരുടെ ശത്രുക്കളെ നേരിടുക എന്നുള്ളത് പ്രധാനമാണ്. അതിനെ നേരിട്ട് യുദ്ധത്തിൽ നടത്തുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകളെ അതിന് ഉപയോഗിക്കുക എന്ന രീതിയാണ് ഇറാൻ പിന്തുടരുന്നത്. ആഗോളതലത്തിൽ തന്നെ തങ്ങൾ കുഴപ്പക്കാരാണ്, അതല്ലെങ്കിൽ കടും തീവ്രവാദികളാണ് എന്നുള്ള ആ ഒരു ധാരണ വളരെ ശക്തമായി നിലനിൽക്കെ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലാക്കാനാണ് ഇപ്പോൾ ഈ തീവ്രവാദ സംഘടന ശ്രമിക്കുന്നത്. എങ്കിലും ഇസ്രായേൽ ആകട്ടെ ഇതിന് തങ്ങളുടെ ബന്ദികളെ മുഴുവൻ വിട്ടതിന് ശേഷം മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ, അതില്ലെങ്കിൽ അവസാനിക്കുകയുള്ളൂ, വെടിനിർത്തൽ ഉണ്ടാവുകയുള്ളൂ എന്ന കടും നിലപാട് തന്നെ ഇപ്പോഴും പിന്തുടരുകയാണ്.